രാഹുൽ, UDF സർക്കാർ അധികാരത്തിൽ വന്ന VD സതീശൻ മുഖ്യമന്ത്രിയായി, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി, ഇവരെല്ലാം ചേർന്ന് വലിയ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, ജനപ്രിയ സർക്കാരായി സർക്കാർ മാറുന്നു. അതൊരു വശം. മറ്റൊരു വശത്ത് LDF ഇടതുമുന്നണി തർക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPM-നുള്ളിൽ എന്തുകൊണ്ടായിരിക്കും തോറ്റത് എന്നുള്ള ചോദ്യത്തിന് പലരും അവരുടേതായ ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DYFI പത്തനംതിട്ട ഏരിയ കമ്മിറ്റി ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഈ പറഞ്ഞ പരാജയത്തിന്റെ കാരണം വിലയിരുത്തുന്നത് ശരീരഭാഷകളെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ പിണറായി വിജയന്റെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദന്റെയും ശരീരഭാഷയിലെ പ്രശ്നങ്ങളാണ് ഈ തോൽവിക്ക് കാരണം എന്നുള്ള വിലയിരുത്തലിൽ എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിരിക്കുന്ന ഫ്രേസ് എന്ന് പറയുന്നത്, അതങ്ങ് വീട്ടിൽ പോയി ചോദിക്ക് എന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു ഫ്രേസാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും പല പല എക്സ്പ്ലനേഷൻസ് ഇതിന് വരുമായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ ഇത് പറഞ്ഞപ്പോ എനിക്ക് ആദ്യമേ ഓർമ്മ വന്നത് ഗണേഷ് കുമാറിനെയാണ്. ഗണേഷ് കുമാർ ഇതേപോലെയാണ്. ഇപ്പോ കരഞ്ഞു തീരാത്ത ഒരു കോഴിയെ പോലെ ഇപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൈറ്റ് കണ്ടു പുള്ളി, ഞാൻ തോറ്റിട്ടില്ല, തോൽവി എന്റെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനാണ് ജയിച്ചത്, ഞാനാണ് അതായത് തോറ്റു, ഞാനും എന്റെ പാർട്ടിയുമാണ് ജയിച്ചത് പത്തനാപുരത്ത്, വേറെ ആരും ജയിച്ചിട്ടില്ല. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പുറത്തെ കക്ഷി 7000 വോട്ടുകൾ BJP-യിൽ നിന്നും വാങ്ങിച്ചാണ്. BJP-യുമായിട്ടുള്ള ടൈപ്പാണ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, ഞാനാണ് വിജയിച്ചത് എന്ന് അദ്ദേഹം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതുവരെ തോറ്റു എന്ന് സമ്മതിക്കാൻ കഴിയില്ല. കാരണം പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ കഴിയില്ല, എനിക്ക് പത്തനാപുരത്തുകാർ ഇല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞൊരാളാണ്. അതെ, കഴിഞ്ഞ 25 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പത്തനാപുരത്തിന്റെ MLA എന്നുള്ള ടൈറ്റിലായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം മന്ത്രിയായി തുടർന്നിരുന്നു. എന്നിരുന്നാൽ തന്നെയും പത്തനാപുരത്തിന്റെ MLA ഇപ്പൊ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നമസ്കാരം, ഞാൻ ഗണേഷ് കുമാർ, ഞാൻ മുൻ MLA, മുൻ മന്ത്രി, മുൻ സിനിമാ നടൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. 25 വർഷക്കാലം ഒക്കെ പ്രാക്ടീസ് ചെയ്തൊരു ശീലം മാറ്റിയെഴുതുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും തോന്നാവുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും DYFI-ക്കാർക്കും SFI-ക്കാർക്കും CPM-കാർക്കും തോൽവി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. പക്ഷെ തോറ്റുപോയെന്ന് ജനം പറഞ്ഞുകൊണ്ട് അത് വിലക്കെടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ പോടാ എന്ന് ജനങ്ങൾ പറയും. അതെ, അവരുടെ കാര്യം ഇത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ സഖാവ് ഭരിക്കുന്നു, ഞങ്ങളുടെ പിണറായി 3.0, പിണറായി 4.0, പിണറായി 5.0, പിണറായി ഇൻഫിനിറ്റി, മറ്റാരുണ്ട് LDF അല്ലാതെ, പല ടാഗ് ലൈനുകൾ ഉപയോഗിച്ചു. അവര് ഇനി ഒരു 5 വർഷം 15 വർഷക്കാലം കേരളത്തെ ഒരു പാർട്ടി, ഒരു മുന്നണി, ഇപ്പോൾ LDF UDF ആയിക്കോട്ടെ, 15 വർഷക്കാലം ലിറ്ററസി ഏറ്റവും കൂടുതലായ പ്രമുഖരായ മലയാളികൾ ഒരേ മുന്നണിയെ ജയിപ്പിച്ച് ഭരണത്തിൽ ഇരുത്തും എന്ന് വിചാരിച്ചോ ഇവർ? സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ പോലും, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പോലും നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പോട്ടെ, എന്തായാലും വിശ്വസിച്ചു. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ശേഷം ഭരണം മാറി എന്നുള്ളത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പോഴും പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല, ഭരണം മികച്ചതായിരുന്നു എന്നാണ് പറയുന്നത്. ഭരണം മികച്ചതായിരുന്നെങ്കിൽ ഈ 35 സീറ്റിലേക്ക് ഒതുങ്ങി പോകുമോ? എന്റെ സംശയമാണ്. ഇപ്പോ ഒരു പാർട്ടി 72-ൽ നിന്നും 99-ലേക്ക് പോകുമ്പോൾ ഭരണമികവ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ പാർട്ടി, അല്ലെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചതുകൊണ്ടായിരിക്കാം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങൾ ആ ഒരു സീറ്റിലേക്ക് 99 എന്ന് പറയുന്ന സീറ്റിലേക്ക് എത്തിയത്. ആ 99-ൽ നിന്നും 35-ലേക്ക് എത്തുന്ന ദൂരം എന്ന് പറയുന്നത് വലിയ ഒരു ദൂരമാണ്. ആ ദൂരത്തിലേക്ക് 5 കൊല്ലം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞതിൽ പാർട്ടിക്ക് അഭിമാനിച്ചുകൂടെ? ഞങ്ങൾ കാരണം ഇത്രയും വലിയൊരു നേട്ടം ജനങ്ങളെ ചിന്തിപ്പിക്കാനും അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ പറ്റി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രതികരണ ശേഷിയുള്ള ജനങ്ങളാണ് എപ്പോഴും കേരളത്തിലുള്ളത്. സമരങ്ങൾ ഒരുപാട് നടത്തിയ ജനതയാണ്, സമരം ചെയ്ത് നേടിയെടുത്തതാണ്, പെട്ടെന്ന് ശബ്ദമുയർത്തുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ചും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തെവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ കഴിഞ്ഞാലും ആദ്യം കേരളത്തിൻ്റെ കലാലയങ്ങളിലാണ് സമരങ്ങളുമായിട്ട് യുവാക്കൾ വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെയാണ്, പ്രതികരണ ശേഷിയുള്ള ജനങ്ങളാണ്. ആ 5 കൊല്ലക്കാലം പ്രതികരിക്കാതിരുന്ന ജനങ്ങളെ പിന്നുള്ള 5 കൊല്ലക്കാലത്തേക്ക് ഇനി ഒരുത്തരും മിണ്ടില്ല എന്ന് പറയുന്നൊരു സ്ഥിതിയിൽ ഇനി ഇവനൊന്നും മിണ്ടത്തില്ല. ഞങ്ങളുടെ പാർട്ടി LDF അല്ലാതെ മറ്റാര് അവിടെ അടങ്ങിയിരി നീയൊക്കെ എന്ന് പറഞ്ഞ് അടക്കിയിരുത്തി ജനങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത്
അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നല്ല എന്ന് അതെ ഇപ്പോഴെങ്കിലും അതെ ഇപ്പൊ മനസ്സിലാക്കണം. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി ഇരുന്ന് മുതിർന്ന നേതാക്കളുടെ ശരീരഭാഷയിൽ പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങി ഇതിങ്ങനെ ഈ ഇമ്പാക്ട് താഴോട്ടും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകനും SFI പ്രവർത്തകനും കലാലയങ്ങളിലും നട റോഡിലും എല്ലാം ഈ ധാർഷ്ട്യം കാണിച്ചിരുന്നു. അത് വളരെ വിസിബിൾ ആയിട്ട് തന്നെ കാണുന്ന ഒരു രീതികൾ ഉണ്ടായിരുന്നു. അല്ല, എന്താണ് ഇയാൾ തിരുത്താഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോ പിണറായി വിജയന്റെ ഭാഷയിൽ അത് ശരിയല്ലായിരുന്നു. ഗുണ്ടകളെ പോലെയാണോ, ജനങ്ങൾ വരുമ്പോഴത്തേക്കും ജനങ്ങളെ മുഖത്തടിക്കുന്ന രീതിയിലാണ് ഭാഷാ ശൈലിയെങ്കിൽ എന്തായിരുന്നു ഡിവൈഎഫ്ഐ തിരുത്താഞ്ഞത്? എന്തായിരുന്നു SFI തിരുത്താഞ്ഞത്? തിരുത്തൽ സംഘടനകളാണല്ലോ. അപ്പൊ അവരെപ്പോഴും പറയും ഞങ്ങൾ CPM-ഉമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾ ആരെ വേണമെങ്കിലും വിമർശിക്കുമെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ. എന്തുകൊണ്ടായിരുന്നു 5 കൊല്ലം നിങ്ങൾ പിണറായി വിജയനെ വിമർശിക്കാഞ്ഞത്? എത്ര വിഷയങ്ങളുണ്ടായി? PM ശ്രീ വിഷയമുണ്ടായി. എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. വായടച്ച് മിണ്ടാതിരുന്നതല്ലേ. എന്നിട്ട് അവസാനം വന്നിട്ട് പറയുകയാണ് മുതിർന്ന നേതാക്കളുടെ ഭാഷാ ശൈലി കൊണ്ടാണ്. നിങ്ങളുടെ ഭാഷാ ശൈലിക്ക് എന്തായിരുന്നു കുഴപ്പം? അവരവരുടെ കാര്യത്തെ പറ്റി അവരാരും ചിന്തിക്കാറില്ല. SFIയുടെയും DYFIയുടെയും ഈ 10 കൊല്ലക്കാലം കൊണ്ട് അവരുടെ ഭാഷാ ശൈലി എന്തായിരുന്നു? ഒരു ഗുണ്ടകളെ പോലെ അല്ലായിരുന്നോ? രാജാക്കന്മാരെ പോലെ അല്ലായിരുന്നോ? ഒരു പോലീസുകാരനെ പോലും മതിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന രീതിയിൽ അവരാരെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടോ? ഞങ്ങളുടെ കീഴിൽ ഞങ്ങളുടെ അടിമപ്പണി ചെയ്യുന്നവർ എന്നുള്ള ഒരു ടാഗ് ലൈനിലായിരുന്നു ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും കാലഘട്ടം മാറി. ഇനിയും അതേ ശൈലിയുമായിട്ടാണ് DYFIയും SFIയും ഒക്കെ പോകാൻ പോകുന്നത്. എല്ലാവരും തന്നെ ഈ കഴിഞ്ഞ ഭരണം മികച്ചതായിരുന്നു എന്നും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു എന്നും പറയാൻ ഇപ്പോഴും തയ്യാറാകുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറഞ്ഞത്. ഞാനിത് പറയാൻ കാരണം ഏതൊരു പ്രോഗ്രാമിൽ ജയിക്കിനോട് ഇങ്ങനെ റാപ്പിഡ് ഫയർ ചോദ്യങ്ങളായിട്ട് ഒരാളുടെ പേര് പറയും, അയാൾക്ക് പറ്റിയ ബെസ്റ്റ് ടാഗ് ലൈൻ പറയണം എന്ന് പറയുമ്പോൾ വീണ ജോർജ് എന്ന് പറയുമ്പോൾ ജയിക്ക് പറയുകയാണ് ദ ബെസ്റ്റ് ആരോഗ്യമന്ത്രി എന്ന്. ഏത് വകുപ്പിലാണ് അതങ്ങനെ വരിക? ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി അങ്ങനെ പറഞ്ഞോട്ടെ, അത് അവരുടെ വിശ്വാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. CPM-നും അതുപോലെ തന്നെ UDF-ൽ നിൽക്കുന്ന ഓരോ പാർട്ടിക്കും CPI-ക്കും കൃത്യമായി ബോധ്യമുള്ള കാര്യമായിരുന്നു ആരോഗ്യമന്ത്രി മികച്ചതായിരുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ പരാജയമാണ് ഈ പറഞ്ഞ 50% തോൽവിക്കും കാരണം എന്ന് പറയുന്നത്. ശൈലജ ടീച്ചർ മികച്ച ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു അവര് അമേരിക്കയിൽ നിന്നും DYFI പറഞ്ഞിട്ടുള്ള എന്തോ അവാർഡൊക്കെ വാങ്ങിച്ചത് നമ്മൾ എപ്പോഴേക്കും കണ്ടിട്ടുണ്ട്. അപ്പൊ അമേരിക്കൻ അവാർഡ് വാങ്ങിച്ചോണ്ട് പറയാന്ന് പറയാം. ക്രൈസിസ് മാനേജ്മെന്റ് നല്ലതായിരുന്നു നമ്മുടെ ശൈലജ ടീച്ചറുടെ. അവസാനം കുറെ പാകപ്പിഴകൾ സംഭവിച്ചു. അതിനകത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതെല്ലാം അങ്ങ് ഡിസ്മാൻഡിൽഡ് ആയി പോയത്. പക്ഷെ വീണ ജോർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ മികച്ച ഒരു കാര്യം എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. പല പാളിച്ചകൾ മാത്രമേ എടുത്തു പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോലും അവരെ മികച്ച ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഏത് തരം ക്യാപ്സ്യൂളാണ് ഈ പറഞ്ഞ കുട്ടി നേതാക്കളൊക്കെ വിഴുങ്ങുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പോഴും തോൽവി സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല ഇവരല്ല. ഇപ്പോ DYFI പത്തനംതിട്ടയിലെ DYFI പിള്ളേർ ഇങ്ങനെ പ്രസ്താവന ഇറക്കി. മറ്റ് DYFI ഏരിയ കമ്മിറ്റിയിലുള്ള ആൾക്കാർ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, പാർട്ടിക്ക് പരാജയം പറ്റിയിട്ടില്ല. ഇപ്പൊ ഗണേഷ് കുമാർ പറയുന്ന പോലെ ഇത് തോൽവിയല്ല, എന്റെ പാർട്ടി തോൽക്കില്ല എന്ന് ഇപ്പോഴും പറയുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോൾ പിണറായി വിജയൻ 3.0 എന്തുകൊണ്ട് വന്നില്ല എന്ന് ഇവരെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തടിച്ച് അവര് ശരിയായിരുന്നില്ല ഇവര് ശരിയായിരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തത്തിൽ നിങ്ങളുടെ സംവിധാനങ്ങൾ മോശമായിരുന്നു. നിങ്ങളുടെ സ്വഭാവ ശൈലിയിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ ജനങ്ങളോട് പെരുമാറുന്നതിൽ അത് DYFI എന്നോ SFI എന്നോ CPM എന്നോ തെറ്റില്ലാതെ എല്ലാവരും ഒരേപോലെ ആയിരുന്നു. പിണറായി വിജയന്റെ ധാർഷ്ട്യം എങ്ങനെയാണോ, MV ഗോവിന്ദന്റെ ധാർഷ്ട്യം എങ്ങനെയാണോ, MV ഗോവിന്ദന്റെ ചിരി എങ്ങനെയായിരുന്നോ, ഇതേപോലെ തന്നെയായിരുന്നു SFIയുടെയും DYFIയുടെയും ചിരി. ആ ചിരി കൊണ്ടാണ് നിങ്ങളുടെ എല്ലാം ചിരിയിലാണ് നിങ്ങളുടെ അസ്തമനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഓരോ ചിരിക്കും അർത്ഥമാണ്. അതെ, ഓരോ തോൽവി, ഈ പറഞ്ഞ തോൽവിക്ക് നാഴികക്കല്ല് കുറിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ DYFIയും SFIയും എല്ലാ മന്ത്രിമാരും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിലുണ്ടായിരുന്നു ഉറപ്പായിട്ടും. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കും അവസാന കിരീടം വെച്ചത്, പാർട്ടി സെക്രട്ടറി ആയിരിക്കും കിരീടത്തിലെ തൂവൽ വെച്ചത്, പക്ഷെ അടിത്തറയെല്ലാം പാകിയത് ഇവരെല്ലാം ചേർന്ന് തന്നെയായിരുന്നു. എന്താണെങ്കിലും ഈ തോൽവിയിലേക്ക് വരുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പഴിചാരും. പക്ഷേ ഇതിന്റെ എല്ലാം അപ്പുറം ജനങ്ങളാണ്. ഈ സ്വന്തം അണികൾ തോൽപ്പിച്ചതുകൊണ്ടാണ് 35-ലേക്ക് ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ ഇവിടുത്തെ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണികളുള്ളൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ പാർട്ടി തോൽക്കണമെങ്കിൽ അണികൾ മറച്ചു കുത്തിയോണ്ടാണ്.
അപ്പോൾ അണികൾ നിങ്ങളെ തോൽപ്പിച്ചു എന്ന് പോലും നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. വിവരദോഷിയായിട്ടുള്ള ജനങ്ങൾ തിരിച്ചു കുത്തി എന്നാണ് നിങ്ങൾ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ സ്വന്തം അണികളും അരാഷ്ട്രീയവാദികളാകുന്നുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റാണ് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്.